ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. കാരണം എനിക്ക് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളാണ്. അഗ്ലോണിമ പ്ലാന്റ്സ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഹെൽത്തി ആവാത്തത്, ബേബി പ്ലാന്റ് വരാത്തത് എന്തുകൊണ്ടാണ്, അതുപോലെ നമുക്ക് ഇത് ഇൻഡോറിൽ വെക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ബേബി പ്ലാന്റ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഫംഗിസൈഡ് എന്താ കൊടുക്കേണ്ടത്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോൾ ആ സംശയത്തിനൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അതുകൂടാതെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു യാതൊരു സംശയവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ അഗ്ലോണിമ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം വീഡിയോയിൽ പറയും പോലെ നമ്മൾ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഈ ഒരു ചെടിക്ക് ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് കിട്ടേണ്ടത്. നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കണം. അപ്പോൾ ഇൻഡോറിലാണ് നമ്മൾ ചെടി വെക്കുന്നതെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ AC റൂമിൽ വെക്കുമ്പോൾ അതുപോലെ തന്നെ ഫാനിൻ്റെ ചോട്ടിലൊക്കെ വെക്കുന്ന സമയത്ത് അതിന് ചെടിക്ക് ഹെൽത്ത് കുറയും. കാരണം ഫാനിൻ്റെ ചോട്ടിൽ വെക്കുമ്പോൾ വെള്ളമൊക്കെ ഡ്രൈ ആയി പോകും. പിന്നെ AC ഇതിൽ വെക്കുമ്പോൾ അതിൻ്റെ ചെടിയുടെ കണ്ടീഷൻ തന്നെ മാറും. അതുകൊണ്ട് അങ്ങനെയുള്ള റൂമിലൊന്ന്, അതായത് ഫാനിൻ്റെ ചോട്ടിലോ അതുപോലെ തന്നെ നമ്മൾ പിന്നെ AC ഉള്ള സ്ഥലത്തൊന്നും കഴിയുന്നത് നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് വെക്കാതിരിക്കുക. പിന്നെ ഒരു ഫ്ലവർ കാണുന്നില്ല. ഈ ഒരു ഫ്ലവറിങ് നമ്മൾ ഇതൊരു അഗ്ലോണിമ പ്ലാന്റ്സ് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പക്ഷേ നമ്മൾ ഇലയുടെ ഭംഗി കൊണ്ടാണ് കേട്ടോ അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ വളർത്തുന്നത്. കാരണം അത്രയ്ക്കും വർണ്ണ മനോഹരമായിട്ടുള്ള ഇലകളാണ് കേട്ടോ കൂടുതൽ അഗ്ലോണിമ പ്ലാന്റുള്ള. എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ഹൈബ്രിഡ് ഇനത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെടിയിൽ വെക്കാതിരിക്കുക. ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഫ്ലവർ കട്ട് ചെയ്തില്ല, ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളൊക്കെ ചെടി കൊടുക്കുമ്പോൾ ചെടിക്കുള്ള ആരോഗ്യം കുറയും. ഒന്ന്. രണ്ടാമത്തത് നമ്മൾ പിന്നെ ഈ ഒരു ഫ്ലവറിങ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടിക്ക് നല്ല എനർജി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ബേബി പ്ലാന്റ് ഉണ്ടാവും. എല്ലാത്തിനും നല്ലതാണ്. അതുകൊണ്ട് ഫ്ലവർ നമ്മൾ എന്തോ ഭംഗിയാണ് അല്ലെങ്കിൽ പൂക്കളാണെന്ന് പറഞ്ഞിട്ട് വെക്കരുത്. അത് വെട്ടിക്കളഞ്ഞ് കൊടുക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി, ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികളെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണ പുറത്തെടുത്തിച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ നനച്ചിട്ട് ആ വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം, അതായത് നല്ലോണം വാർന്ന് പോയതിന് ശേഷം നമുക്ക് അതിൻ്റെ പിറ്റേന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻഡോറിൽ വെച്ച് കൊടുക്കട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് പുറത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ആ ഒരു കാര്യം കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡോറിൽ വെക്കുന്ന ചെടികൾ നമ്മളെപ്പോഴും നമ്മൾ എന്താ പറയുക, അഗ്ലോണിമ പ്ലാന്റ്സിന് ഇപ്പോൾ പുറത്ത് വെക്കുന്നതായാലും ലീഫൊക്കെ എന്തെങ്കിലും കളർ മാറ്റം അല്ലെങ്കിൽ പിന്നെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സിന് നമ്മളൊന്ന് ഇലകളൊക്കെ നല്ല രീതിയിൽ നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് ഇലകളൊക്കെ ഒന്ന് തൊടിച്ച് കൊടുക്കുന്നതോ ക്ലീനാക്കി കൊടുക്കുന്നതോ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാകും. അതുകൂടാതെ ഇലകൾക്ക് വരുന്ന ഇലപ്പ എന്ന് പറഞ്ഞ രോഗം, അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലീൻ ആക്കുന്ന സമയത്ത് അത് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികളെ നമ്മൾ പുറത്ത് വെക്കുന്ന ചെടികളെക്കാട്ടി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഗ്ലോണിമ പ്ലാന്റ്സൊക്കെ ഇൻഡോറിൽ വെക്കുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വാട്ടറിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരുപാട് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെടി ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ നമ്മൾ എപ്പോഴും വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലത്. കാരണം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇലകൾ കൂടെ അതിൻ്റെ പിന്നെ ചുവട്ടിലേക്ക് വെള്ളം വീണിട്ട് ആ ഒരു വെള്ളം കിട്ടുമ്പോൾ ഒരുപാട് വെള്ളം ആവില്ല. ഇലകൾക്ക് നല്ലൊരു ഇമ്യൂഡിറ്റി കിട്ടും, അതായത് ഈർപ്പം കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഈ അഗ്ലോണിമ പ്ലാന്റ്സിന് ഈർപ്പം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നേരിയ തോതിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ അതായിരിക്കും നന്നാവുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടികളൊക്കെ കൂട്ടത്തോടെ അടുത്തടുത്തായിട്ട് നമ്മൾ ചെടികൾ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ നല്ല ഒരു തണുപ്പോ ഈർപ്പമൊക്കെ കിട്ടിയിട്ട് നമുക്ക് നല്ല ചെടി നന്നായിട്ട് വളരാൻ പറ്റും. പിന്നെ അഗ്ലോണിമൊക്കെ ചെടിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഒരു പോട്ടിലൊക്കെ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ വെള്ളം കൊണ്ടുപോയി വെച്ചാലും അതും നല്ലതാണ് കേട്ടോ. ഈ ഒരു ചെടിക്ക് നല്ലതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അഗ്ലോണിമ പ്ലാന്റ്സിനെ വളർത്താൻ മതി. ഇപ്പം വെള്ളവും വാട്ടറിങ്ങും ഇൻഡോറിൽ വെക്കുന്ന ചെടികളെക്കുറിച്ചും പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചെടിക്ക് പോട്ട് മിക്സാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പോട്ട് മിക്സിൻ്റെ അഗ്ലോണിമ പ്ലാന്റ്സിനും
നമ്മളെ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ പറ്റുന്ന പോട്ട് മിക്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് ശരിയായിട്ടുള്ള പോട്ട് മിക്സ്. കാരണം മണ്ണ്, മണൽ, ചാണകപ്പൊടി, നമുക്ക് ഉമി, അതുപോലെ തന്നെ നമുക്ക് പെർലൈറ്റൊക്കെ ഉള്ള നല്ല ലൂസായിട്ടുള്ള പോട്ട് മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. ലൂസായിട്ടുള്ള പോട്ട് മിക്സിലാകുമ്പോൾ മാത്രമേ ഈ ഒരു ചെടിയുടെ വേര് നന്നായിട്ട് ഓടും, വെള്ളം നന്നായിട്ട് വാർന്നു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇനി പെർലൈറ്റ് കിട്ടാത്തവർക്ക് ബെർമിക്കുലേറ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലേ ബോർഡ് ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെള്ളം വാർന്നു പോകുന്നത്, പ്രത്യേകിച്ച് നമ്മൾ മണൽ ഉപയോഗിക്കണം. നമ്മൾ ചകിരിച്ചോറ്, മണലൊക്കെ നമ്മൾ ഉപയോഗിക്കണം. മണൽ കിട്ടാത്തവർക്ക് എംസാൻ ഉപയോഗിക്കുക. എംസാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കഴുകി നന്നായിട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ എംസാൻ ഉപയോഗിക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള പോട്ട് മിക്സ് ഉണ്ടെങ്കിൽ നമ്മളെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. ഒരിക്കലും നമ്മളെ ചെടി നശിച്ചു പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പോട്ട് മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. പിന്നെ നന്നായിട്ട് ഡ്രൈനേജ് ഓൾസുള്ള പോട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ ഇൻഡോറത്തെ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ മറന്നുപോയി. ഇൻഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇന്നർ പോട്ട് ഉണ്ടാകുമല്ലോ, ഇന്നർ പോട്ട് നമ്മളൊരു ഇനിയിപ്പോൾ വൈറ്റ് പോട്ടിലാണ് ചെടിയെങ്കിൽ ഉള്ളിൽ നമ്മൾ വെക്കുന്ന ചെടി ഉണ്ടാകാൻ ബ്ലാക്ക് പോട്ടിലേക്ക് നമ്മളതിൻ്റെ ആ ഒരു മറ്റൊരു പോട്ടിലേക്ക് വെക്കുമ്പോൾ അത് വൈറ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഇന്നർ പോട്ട് ഇട്ടിട്ട് നമ്മൾ വെക്കാണ്ട് അടിയിൽ ട്രേയും കൊടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ആ വെള്ളം അടിയിലെ ട്രേ എപ്പോഴും പരിശോധിക്കണം. ട്രേയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ നോക്കണം. ട്രേയിലെ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. ഒന്നരാട ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസം നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള ട്രേ അല്ലേ, അതായത് ഡ്രെയിനേജിനുള്ളിൽ കൂടി വരുന്ന വെള്ളം എന്തായാലും ഈ ഒരു ട്രേയിൽ വന്ന് നിൽക്കും. ആ വെള്ളം നമ്മൾ എന്തായാലും മാറ്റി കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ചെടിക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്താണ്? നമ്മുടെ എന്താ പറയുക, വളം. അതായത് നമ്മൾ ഫെർട്ടിലൈസിങ്, അതായത് നമ്മൾ ചെടികൾക്ക് എപ്പോഴും അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വളം കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ബേബി പ്ലാന്റ് വരാനും നല്ല ചെടി നല്ല ഉഷാറായിട്ട് ബുഷിയായിട്ട് നിൽക്കണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളം കൊടുക്കണം. എന്തായാലും നമ്മൾ ഫെർട്ടിലൈസർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ കെമിക്കൽ വളം മാത്രം നമ്മൾ കൊടുക്കരുത്, നമ്മൾ ജൈവ വളം കൂടി കൊടുക്കണം. പോട്ട് മിക്സിൽ അതാണ് ചാണകപ്പൊടി ആഡ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ മണ്ണിളക്കിയിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ജൈവവളം നമ്മളിപ്പം DAP കെമിക്കൽ വളമായിട്ടുള്ള നമ്മൾ പിന്നെ ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമ്മൾ അഗ്ലോണിമ ചെടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ NPK ഒക്കെ നല്ലതാണ്. പക്ഷേ എപ്പോഴും കൊടുക്കരുത്. ഒരു ദിവസം നമ്മൾ ബാസാക്കോട്ടയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് NPK കൊടുക്കുക. അതിന് ശേഷം 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ചാണകപ്പൊടി കൊടുക്കുക. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ രാവിലെ ചായ കുടിക്കുന്നു, ഉച്ചക്ക് ചോറുന്ന്, രാത്രി നമ്മൾ ചപ്പാത്തി എന്തെങ്കിലും തിന്നുന്നു. അതുപോലെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും എല്ലാ മൂലകങ്ങളും കിട്ടാനുള്ള നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ നമ്മൾ മാറി നമ്മൾ വളം കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ എന്താണ് ഇതിന് ബേബി പ്ലാന്റ് വരുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. എല്ലാവരും ബേബി പ്ലാന്റ് വരുന്നില്ല, ചെടികൾ ഇങ്ങനെ മഞ്ഞളിപ്പ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിക്ക് നമ്മുടെ ഇത് എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ബേബി പ്ലാന്റ് പറിച്ച് മാറ്റി അടിയിൽ നിന്ന് ഷൂട്ട് വരും, അത് നമ്മൾ പറിച്ചിട്ട് മാറ്റി നടുന്നതാണ് പതിവ്. അതുകൂടാതെ നമുക്ക് സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെന്തായാലും കാണാം. നമുക്ക് കമ്പ് ഇങ്ങനെ നീണ്ട് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് മദർ പ്ലാന്റ് നമുക്ക് മേൽഭാഗത്തു നിന്ന് എടുത്തിട്ട് നമുക്ക് താഴ്ഭാഗത്തുള്ള ആ ഒരു സ്റ്റെമ്മ് നമുക്ക് 2, 3, 4 പീസാക്കിയിട്ട് നമ്മൾ ഒരു പോട്ടി മിക്സിനകത്ത് ചെരിച്ച് വെച്ച് കൊടുത്ത് നോട് നോക്കിയിട്ട് നമ്മൾ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ വെട്ടുന്ന സ്ഥലത്ത് നമ്മൾ സാഫ് എന്ന ഫംഗിസൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന